2025 കണക്കനുസരിച്ചും വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ടായിട്ട് സെലക്ട് ആയിട്ടുള്ളത് സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ട് തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് അതിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊന്ന് വിശദമായി കണ്ടുനോക്കാം. ചങ്കി എയർപോർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വൈഡായി കിടക്കുന്ന അതിൻ്റെ 3 ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ട്രെയിൻ സർവീസ് 24 ഹവേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. 5-7 മിനിറ്റ് മാത്രം കാത്തു നിൽക്കുമ്പോൾ നമുക്ക് ആ സർവീസ് കിട്ടും. അതിൻ്റെ മറ്റൊരു ഐക്കണിക് പോയിന്റ് നമ്മൾ അതിൻ്റെ മിഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫോളാണ് ചങ്കി എയർപോർട്ടിനുള്ളിൽ അവർ സജ്ജീകരിച്ചത്. പക്ഷേ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ഇറങ്ങി ആസ്വദിക്കണമെങ്കിൽ അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിൽ എത്തണമെങ്കിൽ ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം. ഒരു ട്രാൻസിറ്റ് ട്രാവലിനിടയ്ക്ക് നമുക്കൊരിക്കലും അങ്ങോട്ട് ഇറങ്ങാനുള്ള പെർമിഷൻ കിട്ടുകയില്ല. മറ്റൊരു പ്രത്യേകത ജുവൽ ചാങ്ങി എന്ന് വിളിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളാണ്. അഥവാ എല്ലാ ലോകോത്തര ബ്രാൻഡിൻ്റെയും ഔട്ട്ലെറ്റുകൾ ഈ എയർപോർട്ടിനകത്ത് തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് പ്രീമിയം പാസഞ്ചേഴ്സിന് ഒരിക്കലും പുറത്തുള്ള മാളുകളിൽ പോയിട്ട് അവരുടെ ബ്രാൻഡ് ചൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എയർപോർട്ടിനുള്ളിൽ ഒരുക്കിയ ഒരു ബട്ടർഫ്ലൈ തോട്ടമാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തതകളുടെ ഒരു ആഘോഷമായിട്ടാണ് അവർ എയർപോർട്ടിനെ കാണുന്നത്. എയർപോർട്ടിനകത്ത് ഒരുപാട് ലോഞ്ചുകളും മറ്റ് സർവീസുകൾക്കൊക്കെ പുറമെ ഫ്രീ ആയിട്ട് ടണൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഓപ്ഷനും സ്വിമ്മിംഗ് പൂളും പിന്നെ 24 ഹവേഴ്സ് വീഡിയോ കോൺഫറൻസ് വഴി ഓൺലൈൻ ഹെൽപ്പ് ഡെസ്കും ചില പ്രത്യേക വിസക്കാർക്ക് ഫ്രീ ടൗൺ ടൂറും തുടങ്ങിയിട്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ. ചുരുക്കി പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ രാജ്യങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ബജറ്റഡ് എയർലൈൻസ് ആയിട്ടുള്ള സ്കൂട്ട് എയർലൈൻസ് വഴി ഒരു ട്രാൻസിറ്റ് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ആ ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല, വർത്തി ആയിരിക്കും. സോ വെൽക്കം ടു സിംഗപ്പൂർ.